മലയാളത്തിന്റെ മഹാഗുരു സാനുമാഷ് ഓർമ്മയായി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലിരിക്കെയാണ് അദ്ദേഹം ആശുപത്രിയിലാകുന്നത്. ആ രചന പൂർത്തിയാക്കാതെയുള്ള യാത്ര മലയാള വായനാ ലോകത്തിനും കനത്ത നഷ്ടം. ചങ്ങമ്പുഴയെക്കുറിച്ച് അദ്ദേഹം എഴുതിയതുപോലെ മലയാള സാഹിത്യപ്രേമികൾക്ക് അദ്ദേഹവും നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമാകും. മാഷിനെ അനുസ്മരിക്കുകയാണ് യുവകവി കാശിനാഥൻ. ഒരു യൗവനം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സാനുമാഷ്. അതിനൊക്കെ ഒരു ഊർജം നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ഇടങ്ങളൊക്കെയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഊർജം സാനുമാഷാണ്. കാരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം സാംസ്കാരിക ലോകത്തിൻ്റെ നാവായി നിലനിന്നു എന്നുള്ളതാണ്. അങ്ങനെ ആർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അത്തരത്തിൽ മാഷ് ഇടപെട്ട ഇടങ്ങളൊക്കെയും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ജീവിതങ്ങൾക്കും ഓരോ മനുഷ്യൻ്റെയും വ്യക്തിഗതമായ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അത്ര മലയാളികൾ ചേർത്ത് നിർത്താൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കവിതയെ അത്രത്തോളം ഇടപെടാൻ സാധിക്കുന്നൊരു എഴുത്തുകാരനാണ് സാനുമാഷ്. മാഷ് നിരൂപണ സാഹിത്യവും അതുപോലെ തന്നെ ജീവചരിത്രവും ഒക്കെ എഴുതിയിട്ടുള്ള മഹാരഥനാണ്. എനിക്ക് ഓർമ്മ വരുന്നത് സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയാണ്. അദ്ദേഹം സാനുമാഷ് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു, കത്ത് എഴുതി. അതിന് മറുപടിയായിട്ട്, നിങ്ങളാണ് എന്നോട് ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ കവിതയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഈ കത്ത് അയച്ചിട്ടുള്ളതെന്ന് ആദരവും എന്ന രീതിയിൽ ഞാൻ കണക്കാക്കുന്നു. ഇതൊരു ഭാഗ്യമായി തിരിച്ചറിയുന്നു. ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു സാംസ്കാരിക കേരളത്തെ ചേർത്ത് നിർത്തിയ ഒരു സാനു, MK സാനു മാഷ് നമ്മളെ അത്രത്തോളം ഹൃദയത്തോട്, നമ്മളെ എന്ന് പറയുമ്പോൾ മലയാളികളെ, കേരളത്തെ എന്നും അവിടെ ചെല്ലുമ്പോഴൊക്കെയും മാഷ് ഇടപെടാറുള്ള ഒരു സാഹചര്യം വളരെ വലുതാണ്. ആ മഹാമനീഷിയുടെ വേർപാടിൽ സാംസ്കാരിക ലോകം നിശ്ചലമാകുന്നു. പക്ഷേ ആ ഓർമ്മകൾ ഇനിയുള്ള നാളുകൾക്ക് ഉയർപ്പാകും. മാഷ് ഓർമ്മകളിലേക്ക് നടന്നു പോകുന്നു. മാഷിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സന്ധ്യ എന്ന വീട്ടിൽ ഇനി ഓർമ്മകൾ പുനർജനിക്കും. പോസിറ്റീവ് ന്യൂസ്.